ചെറുപഴം കൊണ്ട് ജ്യൂസും ഷേക്കും മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക, നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കട്ട് പീസാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ശർക്കര ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഈ അരപ്പിലോട്ട് ഗോതമ്പ് പൊടി, മൈദപ്പൊടി, റവ, പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. നമ്മളിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് പഴമാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. പഴം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെള്ളമില്ലാതെ ഇതുപോലെ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ പൊരിച്ചിട്ട് എടുക്കുമ്പോൾ പുറമെ അങ്ങനെ പെട്ടെന്ന് ഗോൾഡൻ കളർ ആവും ചെയ്യും, ഉള്ളു വേവില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ചെറുപ്പഴല്ലേ എന്ന് കരുതിയിട്ട് ചെറുതായിട്ട് കാണുമെന്ന് വേണ്ട കേട്ടോ, ആള് ഭയങ്കര ഉഷാറാണ്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്തല്ലേ, ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ട് മൈദ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ മൈദ കൂടുതൽ എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഗോതമ്പ് പൊടിയും പകുതിയും മൈദ പകുതിയായിട്ട് എടുത്തത്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് സേവ് ആക്കിക്കോ, എന്നിട്ട് ട്രൈ ആക്കിക്കോട്ടോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ടാറ്റാ ബൈ ബൈ.